തിരുവനന്തപുരം കോർപ്പറേഷൻ മുറ്റത്ത് നിന്ന് പുറത്തു വന്ന ആ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടോ? ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാവേണ്ട ഒരു ഭരണസിരാ കേന്ദ്രത്തെ ആക്രമിക്കൂട്ടങ്ങൾ എങ്ങനെയാണ് ഒരു തെരുവ് യുദ്ധക്കളമാക്കി മാറ്റിയതെന്ന് കേരളം ഒന്നടങ്കം കണ്ടു. ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയെ, അതും തലസ്ഥാന നഗരിയുടെ മേയർ വി രാജേഷിന്റെ വഴി തടയാനും അദ്ദേഹത്തെ നേരിടാനും ഇവിടെ ചിലർ ഗുണ്ടാ സംഘങ്ങളെ പോലെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഒരു ജനകീയ മേയറെ ഓഫീസിൽ കയറ്റില്ല എന്ന് പറയാൻ LDFകാർക്ക് ആരാണ് അധികാരം നൽകിയത്? പിൻവാതിലൂടെയും അടിയറവ് പറയലിലൂടെയും മാത്രം ശീലിച്ചവർക്ക് മുന്നിലേക്ക് നെഞ്ചുവിരിച്ച് ഒരടി പോലും പിന്നോട്ട് വെക്കാതെ മുൻവാതിലിലൂടെ തന്നെ വി രാജേഷ് നടന്നു കയറിയപ്പോൾ തകർന്നടിഞ്ഞത് കമ്മ്യൂണിസ്റ്റ് അഹങ്കാര കോട്ടകളാണ്. ഗുണ്ടായുസമൊന്നും ഇവിടെ നടക്കില്ല, അത്തരം കളികൾ വേറെ എവിടെയെങ്കിലും പോയി നോക്കിയാൽ മതിയെന്ന് വി രാജേഷ് LDFന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞപ്പോൾ അത് സാധാരണക്കാരായ ജനങ്ങളുടെ ശബ്ദമായിരുന്നു. ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. തോൽവി സമ്മതിക്കാൻ മടിയുള്ള ഇടതുപക്ഷത്തിന്റെ നെഞ്ചെടുപ്പാണ് ഇപ്പോൾ അവിടെ ആക്രമമായി മാറിയത്. BJPയുടെ ജനകീയ മുന്നേറ്റത്തിൽ വിറളിപ്പൂണ്ട LDF കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കാൻ നോക്കുന്ന ഈ വെപ്രാളത്തിന്റെ യഥാർത്ഥ മറുപുറം എന്താണ്? BJP നടത്തിയ വമ്പൻ നിയമ പോരാട്ടവും കണ്ട് LDFന്റെ പുതിയ ആക്രമണ നാടകങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് അരങ്ങേറുന്നത്. മേയറെ വരെ ഉപദ്രവിക്കാൻ തുനിഞ്ഞിറങ്ങിയ ഇവരുടെ ഈ കമ്മ്യൂണിസ്റ്റ് അഹങ്കാരത്തിന്റെ തുടക്കം എവിടെ നിന്നാണ്? നമുക്ക് പരിശോധിക്കാം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർമാർ തങ്ങളുടെ ഇഷ്ടദേവതമാരുടെയും മറ്റും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെതിരെ പ്രതിപക്ഷവും ഭരണപക്ഷവും കോടതിയെ സമീപിച്ചിരുന്നു. സാങ്കേതികമായ ചില കാരണങ്ങൾ ഉയർത്തിക്കാണിച്ച് കോടതി ഈ സത്യപ്രതിജ്ഞ അസാധുവാക്കുകയും ദൈവനാമത്തിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്തു. നിയമത്തെയും കോടതിയെയും എന്നും ബഹുമാനിക്കുന്ന BJP കൗൺസിലർമാർ ഒട്ടും സമയം കളയാതെ നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് മണിക്കൂറുകൾക്കകം തന്നെ പുനർസത്യപ്രതിജ്ഞ ചെയ്ത് തങ്ങളുടെ കൗൺസിലർ സ്ഥാനം വീണ്ടും ഉറപ്പിച്ചു. എന്നാൽ ഈ നിയമപരമായ നടപടി കണ്ട് LDFന്റെയും UDFന്റെയും നെഞ്ചെടുപ്പ് കൂടി. BJP അംഗങ്ങൾ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തതോടെ മേയർ, ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പുകൾ അസാധുവായെന്നും അതിനാൽ മേയർ രാജിവെക്കണമെന്നുമാണ് ഇപ്പോൾ ഇടതുപക്ഷം ഉന്നയിക്കുന്ന വിചിത്രമായ വാദം. നിയമപരമായി യാതൊരു നിലനിൽപ്പുമില്ലാത്ത ഈ വാദമുയർത്തിയാണ് അവർ കോർപ്പറേഷനിൽ കലാപത്തിന് ആഹ്വാനം ചെയ്തത്. തങ്ങളുടെ അടിത്തറ ഇളകിയതുകൊണ്ട് അവിടുത്തെ ആളുകളെ കൂട്ടുപിടിച്ച് ഭരണപക്ഷത്തിന്റെ സാന്നിധ്യമില്ലാതെ രഹസ്യമായാണ് സത്യപ്രതിജ്ഞ നടത്തുന്നതെന്ന കള്ളപ്രചാരണവുമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണിപ്പോൾ. തോൽവി സമ്മതിക്കാൻ മടിയുള്ള ഇടതുപക്ഷത്തിന്റെ ഈ ഇരട്ടത്താപ്പും ആക്രമണ രാഷ്ട്രീയവും കേരളം എത്രയോ കാലമായി കാണുന്നതാണ്. ജനാധിപത്യപരമായി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഭരണസമിതിയെ സുഗമമായി ഭരിക്കാൻ അനുവദിക്കില്ലെന്ന കടുംപിടുത്തത്തിലാണ് LDF. മേയറെയും ഡെപ്യൂട്ടി മേയറെയും വഴിയിൽ തടയാൻ LDF കാണിച്ച ആവേശം ശുദ്ധ തോന്നിയാസമല്ലേ? ഭരണഘടനയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ക്ലാസ് എടുക്കുന്ന ഇവർക്ക് ഒരു മേയറെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഓഫീസിൽ കയറ്റാതെ തടയാൻ എന്ത് അവകാശമാണുള്ളത്? സ്വന്തം കാലിന് പരിക്കേറ്റിട്ടും LDFന്റെ ഈ ഒരു ആക്രമണങ്ങളെയും അഭ്യസ വർത്താനങ്ങളെയും ധീരമായി നേരിട്ടുകൊണ്ടാണ് BJP നേതാക്കൾ അവിടെ നിലയുറപ്പിച്ചത്. തങ്ങൾ വിചാരിച്ചാൽ ആരെയും ഭയപ്പെടുത്താം, ആരെയും വഴി തടയാമെന്ന കമ്മ്യൂണിസ്റ്റ് അഹങ്കാരത്തിന് കിട്ടിയ കനത്ത തിരിച്ചടിയാണ് കോർപ്പറേഷൻ മുറ്റത്ത് കണ്ടത്. തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി വനിതാ കൗൺസിലർമാരെ പോലും മുൻനിർത്തി സംഘർഷമുണ്ടാക്കാൻ ഇവർ മടിച്ചില്ല. ഇതിനിടയിൽ ഒരു കൗൺസിലർക്ക് തലയ്ക്ക് പരിക്കേറ്റ സംഭവമുണ്ടായി. എന്നാൽ അത്തരമൊരു സംഘർഷഭരിതമായ സാഹചര്യം സൃഷ്ടിച്ചതും BJP കൗൺസിലർമാരെ പരസ്യമായി പ്രകോപിച്ചതും ഇതേ LDF ഗുണ്ടകളാണ്. ഭരണപരാജയങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാൻ കോർപ്പറേഷൻ ഭരണം സ്തംഭിപ്പിക്കുക എന്ന ഒരൊറ്റ അജണ്ട മാത്രമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിനുള്ളത്. ഇങ്ങനെയുള്ള വില കുറഞ്ഞ സമരമുറകൾ കൊണ്ടൊന്നും BJPയുടെ ജനകീയ മുന്നേറ്റത്തെ തടയാൻ കഴിയില്ലെന്ന് ഇനിയെങ്കിലും ഇവർ എന്ന് മനസ്സിലാക്കാനാണ്? സാഹചര്യത്തിലും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി നിലകൊണ്ട മേയർ വി രാജേഷിന്റെ നിലപാട് ഏറെ പ്രശംസനീയമാണ്. തന്നെ തടയാൻ നോക്കിയ LDF ആക്രമികളോട് പിറകിലെ ഗേറ്റിലൂടെ ഒളിച്ചു കടക്കാൻ താൻ കമ്മ്യൂണിസ്റ്റ് നേതാവല്ലെന്നും മുൻവാതിലിലൂടെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി കടന്നു പോകുമെന്നും അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. ആക്രമികൾ മേയറെ മാത്രമല്ല തടഞ്ഞത്, ദൂരദിക്കുകളിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്കായി മേയറെ കാണാൻ വന്ന പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെ കൂടിയാണ്.
ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് എന്ത് വിപ്ലവമാണ് LDF ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? തന്റെ കാലിന് പരിക്കേറ്റിട്ടും ഓഫീസിനുള്ളിൽ പ്രവേശിച്ച് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തയ്യാറായ മേയർ VV രാജേഷ് ഒരു മാതൃകയാണ്. ഈ ഗുണ്ടായുസം കൊണ്ട് BJP ഒതുക്കാമെന്ന് ആരും മോഹിക്കേണ്ടതില്ല. കൗൺസിലർ സുഗതനെതിരെയുള്ള കാപ്പ ചുമത്തൽ നടപടികളെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് BJPയെ പ്രതിരോധത്തിലാക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം നിയമപരമായി നേരിടാൻ തന്നെയാണ് BJPയുടെ ഇപ്പോഴത്തെ തീരുമാനം. നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ സുഗതൻ ഹൈക്കോടതിയെയും കാപ്പ ബോർഡിനെയും സമീപിച്ച് നിരപരാധിത്വം തെളിയിക്കാനിരിക്കെ അതിനു മുൻപ് കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ നോക്കുന്ന LDFന്റെ തന്ത്രം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു കാര്യം ഉറപ്പാണ്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജനങ്ങൾ നൽകിയ ഭൂരിപക്ഷവും ജനവിധിയും സംരക്ഷിക്കാൻ BJPക്ക് നന്നായി അറിയാം. LDFന്റെ ഭീഷണികൾക്കും ആക്രമണങ്ങൾക്കും മുന്നിൽ തലകുനിക്കാത്ത ഒരു ശക്തനായ മേയറാണ് ഇന്ന് ആ നഗരത്തെ നയിക്കുന്നത്. നിയമോപദേശം തേടിയും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടും ഭരണപ്രതിസന്ധി ഉണ്ടാക്കാൻ നോക്കുന്നവർ ജനങ്ങളുടെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ജനാധിപത്യത്തെ ആക്രമണം കൊണ്ട് നേരിടുന്ന ഇടതുപക്ഷത്തിന്റെ ഈ തനി നിറം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സത്യത്തിന്റെയും നിയമത്തിന്റെയും പോരാട്ടത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്ന VV രാജേഷും BJP കൗൺസിലർമാരും ഈ കോർപ്പറേഷൻ ഭരണം വിജയകരമായി മുന്നോട്ട് നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഈ സത്യപ്രതിജ്ഞാ നാടകങ്ങൾക്ക് തൊട്ടു മുൻപ് LDF കോർപ്പറേഷനിൽ മറ്റൊരു സമരം കുത്തിപ്പൊക്കിയിരുന്നു. അത് വഴുതക്കാട് വാർഡിലെ BJP കൗൺസിലർ R സുഗതനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു. എന്താണ് സുഗതനെതിരെയുള്ള കേസ് എന്ന് നോക്കാം. വട്ടിയൂർക്കാവ് മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും LDF നേതാക്കളുടെയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അഴിമതികൾക്കുമെതിരെ ശക്തമായി പോരാടിയ ജനകീയ നേതാവാണ് R സുഗതൻ. നാട്ടുകാർക്ക് വേണ്ടി സംസാരിക്കുന്ന, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു BJP കൗൺസിലറെ രാഷ്ട്രീയമായി നേരിടാൻ കഴിയാതെ വന്നപ്പോഴാണ് പോലീസിനെ ഉപയോഗിച്ച് ഇത്തരം കേസുകൾ കൊണ്ട് അദ്ദേഹത്തിന്മേൽ കാപ്പ ചുമത്താൻ ശ്രമിച്ചത്. വട്ടിയൂർക്കാവിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടതിന് പ്രതികാരമായിട്ടാണ് ഈ വേട്ടയാടൽ. കൗൺസിൽ യോഗങ്ങളിൽ 3 തവണ തുടർച്ചയായി പങ്കെടുക്കാതിരുന്നാൽ സുഗതനെ അയോഗ്യനാക്കാം എന്ന ഇടതുപക്ഷത്തിന്റെ തരംതാന്ന കണക്കുകൂട്ടലുകൾ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ നിയമത്തെ കയ്യിലെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് തന്ത്രങ്ങൾക്ക് മുന്നിൽ BJP അടിയറവ് പറയില്ല. കാപ്പ ഇളവ് തേടി സുഗതൻ കാപ്പ ബോർഡിനെയും മറ്റും ഹൈക്കോടതിയെയും സമീപിക്കാൻ ഒരുങ്ങുകയാണ്. നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ സുഗതൻ നിരപരാധിത്വം തെളിയിച്ച് പുറത്തു വരുമെന്ന് ഉറപ്പായപ്പോഴാണ് ഈ സത്യപ്രതിജ്ഞയുടെ പേര് പറഞ്ഞ് മേയർക്കെതിരെ തിരിയാൻ LDF ഗുണ്ടകൾക്ക് ഈ ഒരു നിർദ്ദേശം ലഭിച്ചത്. അതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടി പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. BJP കൗൺസിലർമാർ പുനർ സത്യപ്രതിജ്ഞ ചെയ്തത് ചട്ടവിരുദ്ധമാണെന്ന് പറഞ്ഞ് ഇപ്പോൾ LDF എന്തിനാണ് നിയമോപദേശം തേടാൻ പോകുന്നത്? അത് കേവലം നിയമപരമായ ഒരു സംശയമല്ല, മറിച്ച് BJPയുടെ ഈ ശക്തമായ തിരിച്ചടിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നറിയാത്തതുകൊണ്ട് ഇടതുപക്ഷം നടത്തുന്ന വെപ്രാളമാണ്. ഹൈക്കോടതിയുടെ കൃത്യമായ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പോൾ ഒടുവിൽ കാര്യങ്ങൾ ചെന്നെത്തുന്നത് എവിടെയാണ്? തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് കേവലം ഒരു തദ്ദേശീയ രാഷ്ട്രീയ തർക്കമല്ല, ജനാധിപത്യപരമായ വഴിയിലൂടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനകീയ ഭരണസമിതിയെ കായിക ബലം കൊണ്ടും ഭരണകൂടത്തിന്റെ സ്വാധീനം കൊണ്ടും അല്ലെങ്കിൽ അവരെ അട്ടിമറിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന അത്യന്തം അപകടകരമായ ഒരു ഫാസിസ്റ്റ് കളിയാണിത്. വട്ടിയൂർക്കാവിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ R സുഗതൻ എന്ന BJP കൗൺസിലറെ കള്ളക്കേസുകളിൽ കുടുക്കി കാപ്പ ചുമത്തി ജയിലിൽ അടച്ചാൽ BJPയുടെ ശബ്ദം ഇല്ലാതാക്കാമെന്ന് വിചാരിച്ചവർക്ക് കാലം കാത്തുവെച്ച തിരിച്ചടിയാണ് ഇനി വരാൻ പോകുന്നത്. ഒരു ജനകീയ നേതാവിനെ വേട്ടയാടിയതിൻ്റെ ജനരോഷം തിളച്ചു മറിയുമ്പോൾ അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ഹൈക്കോടതി വിധിയെപ്പോലും തെറ്റായി വ്യാഖ്യാനിച്ച് അവർ പുതിയ സത്യപ്രതിജ്ഞാ നാടകവുമായി ഇറങ്ങിയിരിക്കുന്നത്. നിയമപരമായ എല്ലാ ചട്ടങ്ങളും പാലിച്ച് പുനർ സത്യപ്രതിജ്ഞ ചെയ്ത് യോഗ്യത തെളിയിച്ച BJP അംഗങ്ങളെയും അവരെ നയിക്കുന്ന മേയർ VV രാജേഷിനെയും തടയാൻ നോക്കിയ LDFന്റെ ഈ തരംതാണ രാഷ്ട്രീയത്തിന് കേരളത്തിലെ ജനങ്ങൾ മാപ്പ് നൽകാൻ പോകുന്നില്ല എന്നത് തീർച്ചയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.